പതിറ്റാണ്ടിന് ശേഷം കോഴിക്കോട് ചെങ്കോട്ടകൾ പൊളിച്ച UDF 2021 തിരഞ്ഞെടുപ്പിൽ വെറും 2 സീറ്റ് നേടിയ UDF ഇക്കുറി 13-ൽ 12 സീറ്റ് നേടി. സിറ്റിംഗ് സീറ്റായ ബേപ്പൂർ മാത്രമാണ് LDFന് നിലനിർത്താനായി. വോട്ടെണ്ണൽ തുടങ്ങിയ നിമിഷം മുതൽ കോഴിക്കോട് ജില്ലയിൽ ഒരു തവണ പോലും UDFന് പുറകോട്ട് നോക്കേണ്ടി വന്നില്ല. 2021 11 സീറ്റിൽ വിജയിച്ച CPM-നാകട്ടെ നന്നേ വിയർക്കേണ്ടി വന്നു. ഒരു കാലത്ത് LDFനെ മാത്രം വിജയിപ്പിച്ച മണ്ഡലങ്ങളിൽ ഇത്തവണ ജനം മാറി ചിന്തിച്ചു. LDF കൺവീനർ TP രാമകൃഷ്ണന്റെ തട്ടകമായ പേരാമ്പ്ര, പാളയത്തിലെ പടപ്പോലും വകവയ്ക്കാതെ 4-ാം ഊഴത്തിന് മന്ത്രി AK ശശീന്ദ്രൻ കച്ചകൊട്ടിയിറങ്ങിയ എലത്തൂർ, ചരിത്രത്തിൽ എല്ലാ കാലത്തും LDFനെ തുണച്ച നാദാപുരം, കോൺഗ്രസിന് പതിറ്റാണ്ടുകളായി ബാലികേറ മലയായി നിന്ന ബാലുശ്ശേരി, 2 പതിറ്റാണ്ടുകാലം CPM അടക്കിവാണ കൊയിലാണ്ടി, 4-ാം തുടർ വിജയത്തിന് PT റഹീം തുനിഞ്ഞിറങ്ങിയ കുന്നമംഗലം, 4 തവണ കൈവിട്ട കോഴിക്കോട് നോർത്ത് എന്നീ മണ്ഡലങ്ങളിൽ UDFന് ഇരുകൈയും നീട്ടി ജനം സ്വീകരിച്ചു. അതേസമയം കൊടുവള്ളി, തിരുവമ്പാടി, വടകര, കുറ്റ്യാടി, കോഴിക്കോട് സൗത്ത് എന്നിവിടങ്ങളിൽ UDFന് വിജയം ഏറെ എളുപ്പമായി. കോഴിക്കോട് ഇത്തവണ കോൺഗ്രസ് MLA ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ MLA അല്ല MLA-മാർ. കോൺഗ്രസിന് 5 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്, 5 ജയിച്ചു. മൈക്രോ ലെവലിലുള്ള ബൂത്തുള്ള ഇടപെടലുകൾ അതേ രീതിയിൽ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം നടത്തിയ പ്രവർത്തനം, മുസ്ലിം ലീഗും അതേ രീതിയിലാണ് പ്രവർത്തനം നടത്തിയത്. UDF ഒറ്റക്കെട്ടായ പ്രവർത്തനം. കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ചപ്പോൾ 2 പാർട്ടിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഐക്യമുണ്ടായിരുന്നു. ഈ എല്ലാ ഘടകങ്ങളും ഞങ്ങളെ സഹായിച്ചു. കൊയിലാണ്ടിയിലും നാദാപുരത്തും ഒഴികെ സിറ്റിംഗ് MLA-മാരാണ് LDFന് മത്സര രംഗത്തുണ്ടായിരുന്നത്. കോഴിക്കോട് നോർത്ത്, കൊയിലാണ്ടി, എലത്തൂർ, ബാലുശ്ശേരി, നാദാപുരം എന്നീ 5 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. 20 വർഷങ്ങൾക്ക് ശേഷം 13-ൽ 12 സീറ്റുകളും പിടിച്ചാണ് കോഴിക്കോട് ജില്ലയിലെ ചെങ്കോട്ടകൾ UDF തകർത്തത്. മിന്നുന്ന വിജയമാണ് 12 മണ്ഡലങ്ങളിലും UDFന് നേടാനായത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.